കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തി. അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ 6ാമത്തെ സ്പോട്ടിൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഫോറൻസിക് ലാബിലേക്ക് മാറ്റി. പ്രദേശത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധന തുടരുകയാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുഴിച്ചുവെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെതെന്ന് കരുതുന്ന അസ്ഥികളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ എവിടെ വച്ചാണ് ഇങ്ങനെ ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുള്ളത്? നേത്രാവലിപ്പുഴയുടെ മറകരയിലെ വനമേഖലയിൽ മണ്ണ് മാറ്റി നടത്തിയ പരിശോധനയിലാണ് മനുഷ്യന്റെ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയത്. നമുക്കറിയാവുന്നതുപോലെ 100-ലധികം പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അന്വേഷണത്തിനായി കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആഭ്യന്തര സുരക്ഷാ വിഭാഗം DGP പ്രണബ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിനുള്ളിൽ കഴിഞ്ഞ ദിവസം 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് 3ാമത്തെ ദിവസം ഈ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 6ാമത്തെ സ്പോട്ടിൽ ഏതാണ്ട് 2.5 അടി ആഴത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിട്ടുള്ളത്. ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു അസ്ഥികൂട ഭാഗങ്ങൾ. എന്നാൽ ഇതൊരു പുരുഷന്റെ അസ്ഥികൂട ഭാഗമാണെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. കണ്ടെത്തിയ ഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം വനം റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയും ഇവർക്കൊപ്പം പരിശോധനയിലുണ്ട്. ഏതാണ്ട് 5 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ഈ സ്ഥലത്തുണ്ട്. ACP ജിതേന്ദ്രകുമാർ ദായ്വയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു അസ്ഥികൂട ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ കുറെ കൂടി ആഴത്തിൽ പരിശോധിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2018 ഈ ഭാഗത്ത് വലിയ പ്രളയം ഉണ്ടാവുകയും മണ്ണും മറ്റും വന്ന് അവിടേക്ക് വലിയ തോതിൽ അടിയുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് മണ്ണ് നേരത്തെ അദ്ദേഹം പറയുന്നത് 2 അടി 3 അടി താഴ്ചയിലൊക്കെയാണ് ഈ ആളുകളെ ഇങ്ങനെ കുഴിച്ചിട്ടിരുന്നതെന്നാണ്. പക്ഷെ ഈ മണ്ണിങ്ങനെ വന്ന് അടിഞ്ഞത് കൊണ്ട് ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ആഴത്തിലേക്കൊക്കെ കുഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ 2 ദിവസം നടത്തിയ പരിശോധനയിലും പക്ഷേ ഏതാണ്ട് 6 അടിയിലധികം താഴ്ചയിലേക്ക് കുഴിക്കുമ്പോൾ പ്രദേശത്ത് ഈ കുഴിയിൽ നിന്ന് വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് JCB ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രദേശത്ത് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മാന്തിയത്. എന്തായാലും വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് തീരുമാനം. ആകെ 13 സ്പോട്ടുകളാണുള്ളത്. അതിലിപ്പോ 6 സ്പോട്ടുകളിലാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥി തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് തുടരന്വേഷണത്തിൽ വലിയ നിർണായകമായിരിക്കുമെന്ന് ഉറപ്പാണ്. സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം.